ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കീമിൽ 4 മാർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുമില്ലെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് DNA RNA കുറിച്ചാണ്. കീമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ആദ്യം തന്നെ ഇതിൽ എന്താ പഠിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി 2-3 കാര്യങ്ങളേ ഉള്ളൂ. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ നിങ്ങൾ DNA-ലുള്ള നൈട്രജൻ ബേസും RNA-ലുള്ള നൈട്രജൻ ബേസും പഠിക്കണം. അതിൽ തന്നെ ആകെ 4 എണ്ണം ഉള്ളൂ. 3 എണ്ണം 2 സെയിം ആണ്, ഒരെണ്ണം വ്യത്യാസമുള്ളൂ. അപ്പൊ അത്ര സീനുള്ള പരിപാടിയല്ല. ഓക്കെ, അപ്പോൾ എന്താണ് DNA RNA വെക്കുകയാണെങ്കിൽ ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണ് പറഞ്ഞാൽ, മറ്റേത് റൈബോസ് ന്യൂക്ലിക് ആസിഡ്. അത് അതിന്റെ ഷുഗറിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഡിയോക്സി റൈബോസ് ആണ്, ഒന്ന് റൈബോസ് ആണ്, അത്രേ ഉള്ളൂ. പക്ഷേ എക്സാം പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഒരു സംഭവം തന്നെയാണ് നൈട്രജൻ ബേസസ്. ഒന്നുമില്ല, DNA-യിൽ നിങ്ങളൊരു 4 സാധനം പഠിക്കുക: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, ഇനി RNA-യിലേക്ക് വരികയാണെങ്കിലോ ആ ഒരു തൈമില്ല, അഡിനിൻ കഴിഞ്ഞിട്ട് തന്നെ തൈമിനെ മാറ്റിയിട്ട് അവിടെ യുറാസിൽ എന്ന് പറഞ്ഞ സാധനത്തിൽ ഇടുക. അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈ ഒരു സാധനം പഠിച്ചാൽ തന്നെ നിങ്ങൾ ഭയങ്കര സേഫ് ആണ്. ഇനി കുറച്ചും കൂടി ലെവൽ കൂടിയിട്ട് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയും. 2-3 സംഭവങ്ങളും കൂടി ഉണ്ട്. ആദ്യം തന്നെ ഇത് കണ്ടോ, ഇതാണ് DNA-യുടെ സ്ട്രക്ചർ ഏകദേശം വരികയാണെങ്കിൽ. അപ്പോൾ ഈ കാണുന്ന ഈ ഓരോ വരി എന്ന് പറഞ്ഞാൽ ഈ 2 നൈട്രജൻ ബേസിന്റെ ഒരു ഒരു കണക്ഷനാണ്. ഓക്കെ, ഇതിൽ അഡിനിനും ഉണ്ട്, തൈമിനും ഉണ്ട്, ഗ്വാനിനും ഉണ്ട്, സൈറ്റോസിനും ഉണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് റാൻഡം ഓരോന്നിൽ പോയിട്ട് കണക്ട് ആവില്ല. ഇപ്പോൾ ഈ അഡിനും പോയിട്ട് സൈറ്റോസിനിൽ കണക്ട് ആവില്ല. അഡിനും തൈമിനോടെ കൂടുള്ളൂ, ഗ്വാനിൻ സൈറ്റോസിനോടെ കൂടുള്ളൂ. അത് മനസ്സിലാക്കണം. ഇനി അതിൽ തന്നെ ഇത് തമ്മിൽ കണക്ട് ആവുന്നത് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് വെച്ചിട്ടാണ്. ഈ അഡിനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഉള്ളത്. പക്ഷെ അതേസമയം ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്താണ്, സ്ട്രോങ് ആണ്. ഓക്കെ, അതാണ് ഒരു കാര്യം. പിന്നെ വരുന്നൊരു കാര്യം പറഞ്ഞാൽ നമ്മളൊരു ഒരു പേരാണ്. പേരെന്ന് പറയുമ്പോൾ എന്താ പറയുക, അഡിനിനെയും ഗ്വാനിനെയും നമ്മൾ പ്യൂരിൻസ് എന്ന് വിളിക്കും. അഡിനിനും കഴിഞ്ഞും നമ്മൾ പ്യൂരിൻസ് എന്ന് വിളിക്കും. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് പിരിമിഡിൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിന്റെ ലോജിക്ക് തപ്പിപ്പോണെന്നുണ്ടെങ്കിൽ നമുക്ക് NCERT-ൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചറിലാണ് അതിന്റെ ലോജിക്ക് കിടക്കുന്നത്. ഇത് കണ്ടോ, ഡബിൾ റിംഗ് ഉള്ള സാധനങ്ങളെ നമ്മൾ പ്യൂരിൻ എന്ന് വിളിക്കും. ബാക്കിയുള്ള ഇപ്പോൾ സൈറ്റോസിനായാലും തൈമിനായാലും യുറാസിൽ എടുത്താലും അതിൽ ഒറ്റ റിംഗ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ പിരിമിഡിൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ, കുറച്ച് സംഭവം ഉള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 4 മാർക്ക് ഉറപ്പാണ്. ഞാൻ ഇത് ചോദിക്കുന്ന സംഭവമാണ്. ഓക്കെ,